So, hi, I'm Mohammed Shaheen, and welcome to the episode 3 of rebuilding our studio space. So, studio space എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമുക്ക് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്പേസും. So, we have added a few more equipments, and to set up that, we needed a bigger editing room. Initially, we had an open editing space. പിന്നെ നമ്മൾ അതിനൊരു ചെറിയ റൂമിലോട്ട് മാറ്റി. അതൊരു സിംഗിൾ സിസ്റ്റം വിത്ത് എ പ്രിൻ്റർ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു ചെറിയ റൂമായിരുന്നു. സോ നൗ വി ആർ കമ്മിങ് അപ്പ് വിത്ത് എ പ്രോപ്പർ എഡിറ്റിംഗ് റൂം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ എഡിറ്റിംഗ് റൂമിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ കാണാം. കറൻലി നമ്മളൊരു വിൻഡോസ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പുതിയ സിസ്റ്റം എടുക്കണമെന്നുള്ളൊരു പ്ലാൻ വന്നപ്പോഴത്തേക്കും ഇമ്പോർട്ടൻസ് വീഡിയോ പ്രൊഡക്ഷൻസ് ആയതുകൊണ്ടും വി വെൻ ഫോർ എ Mac Mini M4. നമ്മൾ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 27-inch ഡിസ്പ്ലേ ആണ്. സോ അപ്പോൾ മാക്ക് എടുക്കാൻ നേരത്ത് നമുക്ക് കുറച്ചൊരു ബിഗർ സൈസ് ഡിസ്പ്ലേ വേണമെന്നുണ്ടായിരുന്നു. സോ വി ബോട്ട് എ മാക് കോമ്പാക്റ്റബിൾ BenQ 32-inch monitor. Let's unbox it. एक्सप्लेन करिए. സോ പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് ജസ്റ്റ് സ്പോട്ട് എഡിറ്റിങ്ങിനും പിന്നെ ക്ലയൻറ്റിന് ഫോട്ടോസ് ഔട്ട് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടാബായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെടുത്തത് റിയൽമിയുടെ പാഡ് 3 ആണ്. 5G ആണ്. നമുക്കപ്പോൾ വർക്കിന് ഔട്ട്ഡോർ പോകുമ്പോഴുൾപ്പെടെ നമുക്ക് കൊണ്ടുപോയി യൂസ് ചെയ്യാൻ കണക്കിലാണ് നമ്മളിത് എടുത്തേക്കുന്നത്. സോ ഇത് മെയിനായിട്ട് നമുക്ക് അന്നു തന്നെ ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ട് സ്പോട്ടിൽ തന്നെ അവർക്ക് സ്റ്റോർ ചെയ്താനും അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അവർക്ക് ജസ്റ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്യാനും ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. സോ നമ്മൾ എഡിറ്റിംഗ് റൂം പണിയാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എഡിറ്റിംഗ് റൂമിൻ്റെ സിസ്റ്റവും എക്യുപ്മെൻറ്റ്സും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ ആ റൂമിൻ്റെ ഒരു ആംബിയൻസിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലാംപ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-2 വന്നു. സോ നമ്മളിത് എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് ഓരോ സൈഡിൽ പൊസിഷൻ ചെയ്ത് നോക്കിയിട്ട് ഫൈനൽ ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അതുപോലെ ഒരു കുഞ്ഞു എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ കുഞ്ഞു എലമെൻറ്റ്സും നമുക്കൊരു ഈ റൂമിൽ ഇരിക്കുമ്പോൾ ഈ റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് വൈബ് ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം. സോ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് വേണം നമുക്ക് ബാക്കി നോക്കാൻ. സോ അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോഗ്രാഫറും എഡിറ്ററും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. നമുക്ക് എഡിറ്റിംഗ് റൂമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈമൾട്ടേനിയസ്ലി. നമ്മൾ ലാസ്റ്റ് മാക്കും ടാബും ഒക്കെ അൺബോക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അറൗണ്ട് 1 വീക്കായി. നമുക്ക് കുറച്ച് സാധനങ്ങൾ വന്നിരിപ്പുണ്ട് അൺബോക്സ് ചെയ്യാണ്ട്. ഫസ്റ്റ് ഓക്കെ, ഇത് നമ്മുടെ മൗസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീമിയം മൗസ് പാഡ് എന്നുള്ളൊരു സാധനം. നമ്മുടെ എഡിറ്റിംഗ് റൂം ഒരു ബ്ലൂ ബ്രൗൺ തീമിലാണ് ചെയ്യുന്നത്. സോ ഞാനപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിനും മാക്കിനുമായിട്ട് രണ്ടിനും എടുത്തത് അങ്ങനെ ഒരു കളർ തീമിലാണ്. ഒന്നിനൊരു ബ്ലൂവും ഒന്നിനൊരു ബ്രൗൺ തീമുമാണ് ഓർഡർ ചെയ്തത്. ഏതാ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ബ്രൗൺ കളറാണ്.
ഒരെണ്ണം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പിന്നെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, നമ്മുടെ സ്റ്റാവ് വയ്ക്കാനായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തതാണ്. ഓക്കെ ഫൈൻ, ഇങ്ങനെയാണ് സാധനം. ഇത് ഞങ്ങൾ എഡിറ്റിംഗ് റൂമിലേക്ക് വേണ്ടി തന്നെ ചെറിയൊരു നമുക്കൊരു കീയും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാനും അതുപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടെങ്കിൽ വയ്ക്കാനൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിരുന്നതാണ്. ഇങ്ങനെ വരുന്നു ഓപ്പോസിറ്റ് സൈഡ്, ഇങ്ങനെ മൗണ്ടിൽ വരും. നമുക്കിവിടെ കീസും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാം. ഈ ഒരു സ്ഥലത്ത് പ്രോഡക്റ്റ്സ് ഇട്ട് വെക്കാം, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. സോ ഇനിയുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, നമ്മുടെ ടാബിനൊരു പേന L4യുടെ ഒരു ബ്ലൂടൂത്ത് അല്ലാണ്ട് നോർമലി വരുന്നൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു, പെന്നും കൂടെ ഉണ്ടായിരുന്നു ടാബ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊരു ലാമ്പാണ്. ആക്ച്വലി ഇത് വന്നിട്ട് കുറച്ചധികം ദിവസമായി, 2 വീക്സോളമായി. നമ്മൾ എഡിറ്റിംഗ് റൂമിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. 2 എണ്ണം ഞാൻ ഓർഡർ ചെയ്തു, കാരണം ആംബിയൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് സോർട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് 2 ഓർഡർ ചെയ്തത്. കാരണം നമുക്ക് എന്തായാലും പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആൾറെഡി നമുക്കുള്ളൊരു ലാമ്പാണ് ഞാനിപ്പോൾ ജസ്റ്റ് ആംബിയൻസിന് വെച്ചേക്കുന്നത്. സോ അതിന് 2-3 ഓപ്ഷൻ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലും കൂടെയാണ് ആക്ച്വലി ഇത് ഓർഡർ ചെയ്തത്, 2 എണ്ണം ഓർഡർ ചെയ്തത്. നമുക്ക് ആൾറെഡി ഉള്ളതൊരു കൈൻഡ് ഓഫ് ഒരു 3 ലെഗ്ഡ് ആണ്. ഇത്തവണ ഒരു സിംഗിൾ ലെഗ് വരുന്നൊരു മോഡലാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. പെട്ടെന്ന് ഞാൻ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വരാം. സോ എനിക്ക് ഇതാകുമ്പോൾ നമുക്ക് കോർണറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഹോംസേക്ക് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. ആമസോണിൽ നിന്ന് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ബൾബും സെയിം ഒരു ടോപ്പുമാണ് വരുന്നത്. നമുക്കതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്കതൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ അതിനൊരു വൈറ്റ് ലൈറ്റാണ് ഇരിക്കുന്നത്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. സോ ദിസ് ഈസ് സെക്കൻഡ് വൺ. എല്ലാം പ്ലെയിൻ ആവണ്ട എന്നുള്ള രീതിയിൽ ഒരു ഫ്ലോറൽ ഒരു വിൻറ്റേജ് സാധനം കണ്ടപ്പോൾ എടുത്തതാണ്. നമുക്ക് ബൾബ് ഇട്ടതിന് ശേഷം ഓണാക്കി നോക്കാം. സോ ഇനി നമുക്ക് വരാനുള്ളത്, നമ്മുടെ ഒരു പുതിയ മാക്കിന് വേണ്ടിയിട്ടൊരു കീബോർഡ് മൗസ് സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാളിൽ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യണം. എഡിറ്റിംഗ് റൂമിൻ്റെ വർക്ക് ഇനി പെൻഡിങ് ഉള്ളത്. പിന്നെ കുറച്ച് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെയാണ് നമുക്കിനി എഡിറ്റിംഗ് റൂമിനടുത്തേക്ക് ബാക്കിയുള്ളത്. നമ്മുടെ എഡിറ്റിംഗ് റൂമിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2 സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പം നമ്മൾ ആ ഒരു ഫൈനൽ കുഞ്ഞു എലമെൻറ്റ്സ് കുറച്ച് ആഡ് ചെയ്യാനുള്ള ആ ഒരു ഫൈനൽ സ്റ്റേജിലാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ എഡിറ്റിംഗ് റൂമിൽ നമുക്കൊരു 3-4 ഫ്രെയിം വെക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തായിരുന്നു. അതിന് ഏത് ഫോട്ടോസ് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളതിനെ ഫൈനൽ ചെയ്തൊരു സൂപ്പർ ഹീറോ തീം എന്നുള്ളൊരു തീം ഫൈനൽ ചെയ്തു. അപ്പം നമുക്ക് ആ ഫോട്ടോ ഫ്രെയിമും സെറ്റ് ചെയ്തെടുക്കും. നമ്മുടെ എഡിറ്റിംഗ് റൂമിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് ആ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം.
ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് റൂമിലോട്ട് ആദ്യം കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന നമ്മുടെ 2 PC സെറ്റപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി വരുമ്പോൾ ഉള്ള റൈറ്റ് സൈഡിൽ നമ്മൾ പ്രിൻറ്റിനുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. പ്രിൻറ്റിൻ്റെ കട്ടിങ്, പേപ്പർ, അങ്ങനെ സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പോർഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ബീൻ ബാഗ് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞ് ഫ്രിഡ്ജ് അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രിൻ്റർ, കാരണം പ്രിൻ്റർ ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്സസ് ഈസിക്കാണ് പ്രിൻ്റർ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ വിൻഡോസ് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊരു ഇത് മുന്നത്തെ നമ്മുടെ ഷെയർ ചെയ്യുന്നതാണ് ഇതിലിട്ടേക്കുന്നത്. പിന്നെ ജസ്റ്റ് ഇത് ഈ ഒരു എലമെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ റൂമിൽ ആൾറെഡി ഉണ്ടായിരുന്നു തന്നെ. അപ്പോൾ അതിൽ ഒരു ടൈം പീസും ജസ്റ്റ് 2 ഇതും വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിൻ വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ. അപ്പോൾ എഡിറ്റിങ്ങിന് ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് തുറന്ന് ക്യാമറ എടുക്കാമെന്നുള്ള രീതിയിലാണ് സെൻറ്ററിൽ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ മാക് മിനി വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ മോണിറ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ടാബുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു കോർണറിലോട്ട് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ പുതിയൊരു ചെയർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ സൈഡിൽ വെച്ചേക്കുന്നത്. പിന്നെ നമ്മളന്ന് മേടിച്ച അൺബോക്സ് ചെയ്ത കീ ഹോൾഡർ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എല്ലാ കീയും സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ റിമോട്ടും 1-2 ഷോ പീസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് ഈ റൂമിലുണ്ടായിരുന്നതാണൊരു ഇത് അത്രയും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ റൂമിലൊരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും മോസ്റ്റ്ലി ഒരു ചിൽ ടൈമിൽ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഇത്രയും ഫേവറേറ്റ് ആവാൻ കാരണം നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് റൂമിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലൂ ബ്രൗൺ എന്നുള്ള തീമിന് മാച്ച് ചെയ്ത് കിട്ടിയതാണ് ഈ സോഫ. സോ അപ്പോൾ നമ്മൾ അന്ന് തൊട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മുടെ മാക് മിനിയുടെ അൺബോക്സിങ്ങിലൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴും ഈ ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിലിരുന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോക്കിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും നമ്മൾ ഈ ഒരു സ്പോട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സോഫ സോട്ടായതിൻ്റെ കൂടെ നമ്മൾ അതിന് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ടീപ്പോ. അപ്പോൾ അതിലും നമ്മൾ 2 ജസ്റ്റ് ഷോ പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആംഗിളിലും നമ്മൾ 1-2 ഇത് ഈ റൂമിൽ ആൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ റൂമിൻ്റെ ലൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഒരു സിംഗിൾ വിൻഡോ ഉണ്ട്. അപ്പോൾ ഈ വിൻഡോ ലൈറ്റിങ് അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മൾ ആംബിയൻസ് ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് നമ്മളന്ന് അൺബോക്സ് ചെയ്ത നമ്മുടെ തന്നെ ലാമ്പ് ഈ ഒരു സാധനം പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോർണറിൽ നമ്മളൊരു 3 ഈ കയറി വരുന്ന ഈ ഒരു സ്പോട്ടിൽ ഒരു 3 സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോറിനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഈ ചെയറിനെ ഫോക്കസ് ചെയ്തു, നമ്മൾ പ്രിൻറ്റിങ്ങിൻ്റെ അത് ഫോക്കസ് ചെയ്തു. പിന്നെ നേരെ തിരിഞ്ഞ് വരുവാണെങ്കിൽ നമ്മളിവിടെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് 2 കോർണറിൽ, ഒരു RGB. അത് അത്യാവശ്യം ഒരുപാട് മോഡലുള്ള ഒരു ഇതാണ്. അപ്പോൾ 2 സൈഡിലും ഒരു RGB ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ട് വോളിനെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത നമ്മുടെ ഫ്രെയിംസ് 3 വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്ലോക്കും, അതും ഈ ഒരു റൂമിൻ്റെ ഒരു കളർ തീമിന് മാച്ച് ആയതുകൊണ്ട് ഒരു ക്ലോക്കും. ഇത്രയാണ് നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് റൂമിൽ ഇപ്പോൾ വരേക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം 2 months ആവാറായി. ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ കാരണം വർക്ക് അത്യാവശ്യം ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ കണ്ടതിൻ്റെ ഒരു ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് ഒന്ന് നോക്കാം. അന്ന് നമ്മളിവിടെ ഈ 2 ഫെൻസും പില്ലറും ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ ഫെൻസിൻ്റെ സെയിം മോഡലിൽ 2 ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്ന് ഇവിടെ ഒരു വാൾ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ റൗണ്ട് അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാൾ ചെയ്തു വിത്തൊരു ആർച്ച് വിൻഡോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഫിനിഷ് ചെയ്ത് അതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇത് നമ്മുടെ ഔട്ട് സൈഡിലാണ് ഈ വിൻഡോയുടെ ഫ്രണ്ട് സൈഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ മുകളിലായിട്ട് നേരെ ബാക്ക് സൈഡിലായിട്ടൊരു വാൾ പുതിയത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും. നമുക്ക് അവിടെ ഒരു ബൊഗൈൻ വില്ല നിൽപ്പുണ്ട്. അപ്പം അത് ഇതിൻ്റെ വർക്ക് കഴിയുമ്പോഴത്തേക്കും ആ ബൊഗൈൻ വില്ല കുറച്ച് അങ്ങോട്ടും കൂടെ സ്പ്രെഡ് ചെയ്തിടാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ആ ഒരു ഫ്രെയിമും കുറച്ചൊരു രസമുള്ളതായിട്ട് വരും. പിന്നെ അതിനുശേഷം ഇവിടെ നമ്മൾ മുന്നേ ഒരു പഴയ ടൈപ്പ് ഇതാണ് ഉണ്ടായിരുന്നത് ഫെൻസ്, നമ്മൾ പൈപ്പിൽ തന്നെ ചെയ്തെടുത്ത്. അപ്പോൾ അത് മാറ്റിയിട്ട്
നമ്മുടെ ഇവൻറ്റ് സ്പേസിൽ നിൽക്കുന്ന ആ സെയിം മോഡൽ ഫെൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു പില്ലർ 2 അതിൽ ഒരു പില്ലർ കൂടി ഇനി വെക്കാനുണ്ട്. അപ്പോൾ അതിനും നമ്മൾ ഈ പറഞ്ഞ സെയിം ഫെൻസിൻ്റെ മോഡലിൽ ഒരു ഗേറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇതാണ് നമ്മളെ ഇത്തവണ ചെയ്യുന്നതിൽ അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ളൊരു വോള്. ഇതൊരു സെൻട്രൽ ഭാഗം ഒരു പ്രൊജക്ഷൻ വന്നിട്ട് 2 സൈഡിൽ കൂടെ വരുന്നൊരു 3 സൈഡ് വരുന്നൊരു വോളാണ്. അത്യാവശ്യം നമ്മുടെ മുന്നത്തെ ഫ്രെയിംസിനുള്ള ഉണ്ടായിരുന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈറ്റ് കുറവ് എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് പണിഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു ആർച്ച് ഡോറാണ് വരുന്നത്. ഡോർ നമ്മൾ ആൾറെഡി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെയോ മറ്റന്നാളോ ഇത് ഇളക്കിയിട്ട് നമ്മളിവിടെ ഡോറ് വരുന്നതാണ്. പിന്നെ അതുവഴി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരു സ്വിങ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ബേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കാൻ നോക്കാം. പിന്നെ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാളിനൊരു കർവുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ആ ത്രീ പ്രൊജക്ഷൻ ഡോറിൻ്റെ പുറം ഭാഗത്തുള്ളത് പോലെ തന്നെ ഇവിടെയും ആ ഒരു വാൾ നമുക്ക് കിട്ടും. ഇതും നമ്മളൊരു മോഡലിൽ ചെയ്തെടുക്കാനാണ് പ്ലാൻ. പിന്നെ നമുക്ക് ബാക്കിലോട്ട് വരുവാണെങ്കിൽ നമ്മളൊരു A-frame ഹട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ തമ്മിലിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു A-frame ഹട്ട്. അപ്പോൾ ഇതിൻ്റെ ഡോറിൻ്റെ വരെയുള്ള വർക്ക് കഴിഞ്ഞു. ഇനി നാളെ ഇതിൻ്റെ ബാക്കി വർക്ക് നാളെ മറ്റന്നാളായിട്ട് ഓൾമോസ്റ്റ് കഴിയും. പിന്നെ ഇവിടെയും അതിൽ ഒരു ചെറിയ ഫെൻസ് കൊടുത്തിട്ടുണ്ട് A-frame കഴിഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ലോണും കാര്യങ്ങളൊക്കെ അതൊക്കെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഫെൻസ് അന്ന് ഇതിൻ്റെ ബേസ് ആയിരുന്നു ചെയ്തിട്ടിരുന്നത്. ഇപ്പോൾ ആ ബേസ് കഴിഞ്ഞിട്ട് അതിൽ ഫെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങറ്റം ഇതിൻ്റെ സെൻറ്ററിലൊരു ഓപ്പണിംഗ് സ്പോട്ടിൽ നമ്മൾ അന്ന് പില്ലറിൻ്റെ ബേസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പില്ലറും അതിൻ്റെ ടോപ്പും വെച്ചു. ഇനി ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കേണ്ട. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടോപ്പുണ്ട്, അതും കൂടെ വെച്ച് ഇതും ഫിനിഷ് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. ഇനി ബാക്കി അപ്ഡേറ്റ്സ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം.